പഠിച്ച സ്കൂളിലേക്ക് തന്നെ മുഖ്യാതിഥിയായി നമ്മുടെ ഹീറോ വരികയാണ്. ഹീറോ സ്റ്റേജിലേക്ക് കയറുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ടീച്ചർ മാത്രം ഹീറോയെ വളരെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. ഹീറോ അടുത്തുള്ള ആളോട് അത് ലക്ഷ്മി ടീച്ചർ അല്ലേ, അവർക്ക് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് മറുപടി കേട്ടതും ഹീറോ ആകെ ഞെട്ടിപ്പോകുന്നു. ഈ സ്കൂളിൽ പഠിച്ച വലിയൊരു കോമഡി നടനായി മാറിയ ഏലുസ്വാമിയെ സംസാരിക്കാനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മൈക്കിന് മുന്നിൽ വന്ന് ഹീറോ സംസാരിച്ചു തുടങ്ങുകയാണ്. ഞാൻ ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ച ആളൊന്നുമല്ല. 9ാം ക്ലാസ്സിൽ തന്നെ 4 വർഷമാണ് ഞാൻ പഠിച്ചത്. എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് തോറ്റു അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ലക്ഷ്മി ടീച്ചർ ഈ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ മകളായിരുന്നു. ആ സമയത്താണ് ടീച്ചറെ പെണ്ണു കാണാൻ ചിലർ വരുന്നത്. വന്നവർക്ക് വീട്ടിൽ നായ വളർത്തുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നായയെ എങ്ങനെയെങ്കിലും മാറ്റാൻ അവർ ഹീറോയോട് ആവശ്യപ്പെടുന്നു. നായ അവിടെ നിന്നും മാറ്റിയത് ഈ വർഷം തന്നെ പരീക്ഷ വിജയിപ്പിച്ചു വിടാമെന്ന് പ്രിൻസിപ്പളും സമ്മതിക്കുന്നു. ആ നായയെ ഒരു കുട്ടയിലാക്കി അവർ ദൂരേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വഴിയിൽ വെച്ച് ആ നായ കുട്ടയിൽ നിന്നും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അവിടെ വെച്ച് നായ ദേഹത്തെ ചെളി മുഴുവനും കുടഞ്ഞു തെറിപ്പിച്ചതോടെ ആ കല്യാണം കാരണം ലക്ഷ്മി ടീച്ചറുടെ കല്യാണം മുടങ്ങിയതിൽ വിഷമിച്ച് അദ്ദേഹം സ്റ്റേജിൽ വെച്ച് ടീച്ചറോട് മാപ്പ് ചോദിക്കുന്നു.